മല്ലു KBFCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ ന്യൂസുകളുമായി ബന്ധപ്പെട്ട് ആശിഷ് നെയ്ഗ് ഒരുപാട് അപ്ഡേഷനുകൾ പങ്കുവച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രീതം കോട്ടാലും അതുപോലെ തന്നെ പേപ്പറയും എല്ലാം പുറത്തേക്ക് പോകുമെന്ന രീതിയിലാണ് ആശിഷ് നെയ്ഗിയുടെ പുതിയൊരു അപ്ഡേഷൻ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രോസിന്റെ പകരക്കാരനെ കണ്ടെത്തിയെന്ന രീതിയിൽ ഇപ്പോൾ അപ്ഡേഷനുകൾ വരുന്നുണ്ട്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു സ്പാനിഷ് സ്ട്രൈക്കറുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി ഒന്ന് നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് പ്രീതം കോട്ടാലുമായി ബന്ധപ്പെട്ട് ആശിഷ് നെയ്ഗ് പുറത്തേക്ക് വിട്ടിട്ടുള്ള റിപ്പോർട്ടിലേക്ക് കടക്കുകയെങ്കിൽ പ്രീതം കോട്ടാലിന് മിക്കാഹൽ സ്റ്റേറോയുടെ പ്ലാനിങ്ങിൽ സ്ഥാനമില്ല എന്നും അതുകൊണ്ട് തന്നെ പ്രീതം കോട്ടാൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങാനുള്ള പോസിബിലിറ്റീസ് ആണ് ഇവിടെ ആശിഷ് നെയ്ഗ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല മറ്റൊരു അപ്ഡേഷനും പങ്കുവച്ചിട്ടുണ്ട്. പ്രീതം കോട്ടാലുമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് ചർച്ചയിലാണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിനാണെങ്കിൽ മോഹൻ ബഗാനിൽ നിന്നും 2 താരങ്ങളെ ആവശ്യമുണ്ട്. അതിലൊന്ന് ദീപക് താങ്കരിയാണെന്നും അത്തരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ മോഹൻ ബഗാൻ ആണെങ്കിൽ ദീപക് താങ്കരിയെ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന രീതിയിലാണ് ആശിഷ് നെയ്ഗ് റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ വിദേശ താരങ്ങളായ പെപ്രയുടെ കാര്യത്തിലും ജോഷിയുടെ കാര്യത്തിലും ആശിഷ് നെയ്ഗ് ഒരു അപ്ഡേഷൻ പങ്കുവെക്കുന്നുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കോമി പെപ്രയെ ലോൺ അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും ക്ലബിലേക്ക് വിൽക്കാൻ തന്നെയാണ് ഇപ്പോൾ ചർച്ചകൾ നടത്തി വരുന്നത്. എന്നാൽ ജോഷുവ സൊട്ടീരയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ് ലോഡ് ചെയ്യുമെന്ന രീതിയിലും ഈ റിപ്പോർട്ടിൽ തന്നെ ആശിഷ് നെയ്ഗ് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പെപ്രയും ജോഷുവും ഇരുവരും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങാനുള്ള പോസിബിലിറ്റീസ് ആണ് ഇവിടെ ആശിഷ് നെയ്ഗ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും പെപ്രയെ ഒഴിവാക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ISL പുതിയ സീസൺ സെപ്റ്റംബർ 14 തീയതിയാണ് തുടങ്ങുന്നതെന്ന രീതിയിലാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത്. എന്നാൽ ഹൈദരാബാദ് FC ഈ ഒരു സീസണിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുമോ എന്നൊരു കാര്യത്തിൽ കൺഫേം ആയിട്ടില്ല എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം ഹൈദരാബാദ് FCക്ക് ഒരുപാട് ബാനുകളൊക്കെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ISLലേക്ക് ഹൈദരാബാദ് FC ഇനി പ്രവേശിക്കുമോ എന്ന കാര്യം ചോദ്യചിഹ്നമാണെന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ IFT ന്യൂസ് മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇന്നലെ മുതൽ തന്നെ മാർക്കസ് മർഗ്ലോവ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഒരു സ്ട്രൈക്കർ ഒരു കേരള ടീമിലേക്ക് മടങ്ങി വരുന്നുണ്ടെന്ന രീതിയിൽ മാർക്കസ് സൂചനകൾ തന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരമായ കൊള്ളി ആശാൻ എന്ന് വിളിക്കപ്പെടുന്ന ബെൽഫോർട്ട് ആണെന്നും ബെൽഫോർട്ടിനെ കാലിക്കറ്റ് FC സ്വന്തമാക്കിയിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരം തന്നെയാണ് ബെൽഫോർട്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ കളി ഇനി ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുമോ എന്ന് ചുരുക്കം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ദിമിത്രോസിന്റെ പകരക്കാരനെ കണ്ടെത്തി കഴിഞ്ഞു. യൂറോപ്യൻ പ്ലെയർ ആണെന്നും മികച്ചൊരു താരം തന്നെയാണ്. ഈ യൂറോപ്യൻ താരത്തിന്റെ മെഡിക്കൽ ചെക്കപ്പുകൾ നാളെയാണ് പൂർത്തിയാക്കാൻ പോകുന്നതെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന എക്സ് അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ ഒരു സ്പാനിഷ് താരവുമായി ലിങ്ക് ചെയ്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സ്പെയിൻ ഒരു യൂറോപ്യൻ രാജ്യമായതുകൊണ്ട് തന്നെ നമുക്കത് തള്ളിക്കളയേണ്ടതില്ല. ഏതായാലും സ്പാനിഷ് താരമായ മാർട്ടിൻ ഗാർസിയ എന്നൊരു സ്പാനിഷ് സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ISL ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത്. ഏതായാലും ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ 9.6 കോടിയോളം രൂപ വരുന്നുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ ദിമിത്രോസിന്റെ പകരക്കാരനായി കൊണ്ടുവരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഏതായാലും യൂറോപ്യൻ താരമാണെന്നും ദിമിയേക്കാൾ വളരെ മികച്ച താരമാണെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.